തദ്ദേശത്തിൽ അടിപതറിയ CPM-ന് ഇനി രക്ഷാകവചമായി വെള്ളാപ്പള്ളിയുടെ പാർട്ടിയോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ BDJS-നെ LDF-ലേക്ക് വലിച്ചടുപ്പിക്കാൻ CPM കച്ചമുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. BDJS പ്രവർത്തകരെ ഇടതുപക്ഷത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ നടത്തിയ പരസ്യ പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ബോംബായി മാറിയിരിക്കുകയാണ്. BJP-യുടെ സവർണ രാഷ്ട്രീയത്തിന് അടിമകളായി നിൽക്കാതെ പിന്നോക്കക്കാരുടെ സംരക്ഷകരായ ഇടതുപക്ഷത്തേക്ക് വരണമെന്നാണ് നാസറിന്റെ ആഹ്വാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPM-ന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായെന്ന് നേതൃത്വം തിരിച്ചറിയുന്നു. BDJS ഒപ്പം നിന്നാൽ ഈ വിള്ളൽ അടയ്ക്കാമെന്ന് മാത്രമല്ല, കൊല്ലത്തും തിരുവനന്തപുരത്തും LDF-ന് വലിയ മേൽക്കൈ നേടാനും സാധിക്കും. BDJS-ന് NDA-യിൽ BJP അവഗണിക്കുകയാണെന്ന പരാതി പണ്ടേയുള്ളതാണ്. BDJS സ്ഥാനാർത്ഥികൾക്ക് BJP-ക്കാർ വോട്ട് ചെയ്യുന്നില്ല എന്ന ആരോപണം ഇത്തവണ ശക്തമായി. ഇത് മുതലെടുക്കാനാണ് പിണറായി വിജയന്റെ അനുമതിയോടെയുള്ള നാസറിന്റെ ഓപ്പൺ ഇൻവിറ്റേഷൻ. 2015-ൽ വലിയ കൊട്ടിഘോഷത്തോടെ രൂപം കൊണ്ട പാർട്ടിയാണ് ഭാരത് ധർമ്മ ജനസേന അഥവാ BDJS. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടന്ന സമത്വ മുന്നേറ്റ യാത്രയുടെ ഒടുവിൽ ശംഖുമുഖത്താണ് തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായി ഈ പാർട്ടി പിറന്നത്. ഈഴവ സമുദായത്തിന് രാഷ്ട്രീയമായ ഒരു വിലപേശൽ ശേഷി ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ NDA സഖ്യത്തിൽ ചേർന്നതു മുതൽ പാർട്ടിക്കുള്ളിൽ പുകച്ചിലുണ്ട്. കേന്ദ്രത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തതും BJP-യുടെ വലിയേട്ടൻ മനോഭാവവും BDJS അണികളെ ചൊടിപ്പിച്ചിരുന്നു. ഇതിനിടെ UDF-ഉം വെറുതെ ഇരിക്കുകയല്ല. അടൂർ പ്രകാശിനെ മുൻനിർത്തി കോൺഗ്രസും BDJS-നായി വല വീശുന്നുണ്ട്. എന്നാൽ BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജ്യോതിസ് പ്രതികരിക്കുന്നത് വളരെ തന്ത്രപരമായാണ്. NDA വിടുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴും മുന്നണിയിൽ വിയോജിപ്പുകളുണ്ടെന്നും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ സമീപിക്കുന്നുണ്ടെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. അതായത് വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ല. BDJS എന്ന പവർ ഫാക്ടർ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയുക എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യും.